ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എ മാരേജ് റിസപ്ഷൻ. അപ്പോൾ ഇന്ന് ഞാൻ ഈ തിളങ്ങുന്ന ബ്ലാക്ക് ഡ്രസ്സാണ് ഇടുന്നത്. ഇത് ഞാൻ അജിയോന്ന് മേടിച്ചാണ്. ലിങ്ക് ഉണ്ടോ എന്ന് നോക്കട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം മേക്കപ്പിലേക്ക് കിടക്കാം. അക്വാസോഫ്റ്റിന്റെ മോയ്സ്ചറൈസറും സൺബ്ലോക്കിന്റെ സൺസ്ക്രീനും ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. പൗഡർ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കാതെ ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്താണ് ബ്രഷ് വെച്ചിടാൻ വേണ്ടിയിട്ട്. എനിക്കത് വർക്കായി. പിന്നെ ഐബ്രോ വളർന്നൊന്ന് ട്രിം ചെയ്ത് കളയുന്നുണ്ട്. ഞാൻ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാൾസിന്റെ ഐബ്രോ കേക്കാണ്. അത് അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമുക്ക് ഡിഫറൻസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പിന്നെ എൻവൈബയുടെ ഐലൈനർ വെച്ചിട്ട് ഞാൻ കണ്ണെഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ പൊട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇയറിംഗ്സ് ആണ് ഞാൻ ഇന്ന് പെയർ ചെയ്യാനായിട്ട് പോണേ. ഇനി ഒരു വള എടുക്കുന്നുണ്ട്. ആദ്യം 2 വള ഇട്ട് നോക്കിയിട്ട് ഞാൻ ഓരോന്നാണ് പിന്നെ ഇട്ടു. കാസിയോടെ ഒരു വാച്ചും. പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കാം. ആസ് യൂഷ്വൽ നമ്മൾ ഏത് ഫംഗ്ഷന് പോയാലും മേബിലിൻ്റെ മേഡീസ് തന്നെയാണ് ഇടുന്നത്. ഇന്നും അത് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ഹെയർ ഞാൻ സ്ട്രൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചുരുണ്ട മുടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രൈറ്റ് ചെയ്തത്. ഇനി അതൊന്ന് സെറ്റായിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഹെയർ സെറം ഉപയോഗിക്കുന്നുണ്ട്. ബയോളജിൻ്റെ ഹെയർ സെറാണ് ഉപയോഗിക്കുന്നത്. നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ പരിപാടി അത്യാവശ്യം കഴിഞ്ഞാണ്ട് ഇനി ചപ്പലോട് ഇട്ടാൽ മതി. അപ്പോൾ ഈ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് വേണ്ടവർ എന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഇതാണ് എൻ്റെ അമ്മയുടെ ഫൈനൽ ലുക്ക്. അപ്പം ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് വരാം. ബൈ.